രുചിഭേദങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് നല്ല അടിപൊളി മസാല കൂട്ടുകൊണ്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഫിഷ് ഫ്രൈ ആണ്. ഈ മസാല കൊണ്ട് നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും വറുത്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ അച്ഛൻ പറഞ്ഞു തന്ന ഒരു മസാലക്കൂട്ട് കേട്ടോ അത്. ഞങ്ങളെപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്കൊരു മസാലക്കൂട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് മീനിനനുസരിച്ചായിരിക്കും മസാലക്കൂട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഞാനിവിടെ ഏകദേശം 1.25 കിലോ മീനാണ് എടുക്കണത് കേട്ടോ ഒന്ന്. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറയണത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇന്ന് എടുത്തിരിക്കുന്നത് 1/4 കിലോ ചെറിയുള്ളി, പിന്നെ 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു 3 ടേബിൾ സ്പൂൺ കുരുമുളക്, കുറച്ച് കപ്പലമുളക്, അതായത് വറമുളക്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ സാധാരണ മിക്സിയിലാണ് അരച്ചെടുക്കാറ്, കാരണം അമ്മിക്കല്ലൊന്നും ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ എൻ്റെ നാത്തൂൻ്റെ വീട്ടിലാണ് ഉള്ളത്, അതുകൊണ്ടാണ് അവിടെ അമ്മിക്കല്ലുള്ളത് കൊണ്ട് അതിലൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മിക്കല്ല് അരച്ചെടുത്ത് നമ്മൾ ചെയ്യണതിൻ്റെ ഒരു സ്വാദ് ഒന്ന് വേറെ തന്നെയാണ്. അത് നമ്മളിപ്പോൾ എത്ര മോഡേൺ ആയിട്ടുള്ള മെഷീനറീസ് വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ സ്വാദ് എന്തായാലും അതിൽ കിട്ടില്ല, അത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യണ തന്നെ നല്ലൊരു എക്സസൈസാണല്ലേ. പണ്ട് കാലത്തുള്ളവർ വെറുതെ അല്ല അത്രയും സ്ട്രോങ് ആയിട്ട് ഇരുന്നത്. അപ്പോൾ എനിക്ക് അരച്ചെടുക്കാൻ ഒരുപാട് നേരമുള്ളത് കൊണ്ട് തന്നെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചിയാണ് ബാക്കിയുള്ള അരച്ച് തന്നത്. കണ്ടില്ലേ, നല്ല മയ്യായിട്ട് അരച്ചെടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മീനിൽ ഈ അരപ്പ് തേച്ച് പിടിപ്പിക്കണം. അതിനായിട്ട് ഞാനിവിടെ 1.25 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഇന്ന് ഇവിടെ എടുക്കണ മീൻ കോര മീനാണ്, സാൽമൺ എന്ന് പറയില്ലേ, അതാണ്. ഇത് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വൃത്തിയായിട്ട് കഴുകി വെച്ചതാണ്. ഇനി ഈ മസാലക്കൂട്ട് നമ്മൾ അരച്ച് വെച്ചില്ലേ, അത് ഇതിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഈ പാത്രത്തിലിട്ട് പുരട്ടി വെക്കണതിനെക്കാട്ടിലും ഇലയിൽ പരത്തുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് എല്ലാവിടെയും സ്പ്രെഡ് ആവും എന്നുള്ളത് കൊണ്ട് തന്നെ ഇലയിലേക്ക് മാറ്റി. അപ്പോൾ കുട്ടികൾക്ക് എരിവ് അധികം വേണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ മീൻ കഷ്ണങ്ങളിൽ അധികം മസാല പുരട്ടിയില്ല, അത് തനിയെ മാറ്റി വെച്ചു. ഇനി ഇത് എത്രത്തോളം മസാല പുരട്ടി മാരിനേറ്റ് ചെയ്യണോ മീൻ, അത്രയും നല്ല ടേസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കിവിടെ അധികം സമയം കിട്ടിയില്ല, കാരണം ലഞ്ചിൻ്റെ സമയം ആവാറായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു 10-20 മിനിറ്റേ വെച്ചുള്ളൂ. നിങ്ങൾ 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മീൻ വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കണത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് ഒരു മീൻ ആദ്യം ഇട്ട് വറുത്തെടുത്ത് കഴിച്ച് നോക്കും. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയാനാണ്. ഇൻ കേസ് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ അടുത്ത ബാച്ചിൽ ഞാൻ കുറച്ചുകൂടെ പെപ്പർ കൂടുതലായിട്ട് ഇട്ടു, കാരണം എരിവിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അതിന് ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഉള്ളൊന്നും വേവില്ല, പുറം ഭാഗം മാത്രം നന്നായിട്ട് കരിഞ്ഞു പോവും. അപ്പോൾ അതാ കണ്ടില്ലേ, കുറച്ച് സമയമെടുക്കും. എല്ലാവർക്കും അറിയാമല്ലോ സമയമെടുത്തിട്ടാണ് ഈ ഫ്രൈ ഒക്കെ ചെയ്തെടുക്കണമെന്നുള്ളത്. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറുഭാഗം തിരിച്ചിടുക. അങ്ങനെ നമ്മൾ ഓരോ ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഒരുപാട് ഡ്രൈ ആയിട്ട് വറ്റൽ പോലെ വറുത്തെടുക്കാതെ അതിന് മുമ്പത്തെ സ്റ്റേജിൽ നിർത്തുകയാണെങ്കിലാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. നമ്മുടെ ആദ്യത്തെ ബാച്ച് ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ ബാച്ച് ഉണ്ടാക്കി കഴിയുമ്പോഴും നമ്മൾ ഇതിൻ്റെ അടിയിലുള്ള കക്കം എന്ന് പറയുമല്ലോ, മീനിൻ്റെ നമ്മൾ മസാലക്കൂട്ടാക്കിയില്ലേ, അതൊക്കെ എണ്ണയിൽ വീണ് കിടപ്പുണ്ടാവും. അതൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് എടുത്ത ശേഷം മാത്രമേ നമ്മൾ അടുത്ത ബാച്ച് ഇടാൻ പാടുള്ളൂ. വേണമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഓരോ പ്രാവശ്യവും ഇടണതിന് മുമ്പായിട്ട്, ഫിഷ് ഇടണതിന് മുമ്പായിട്ട്. കാരണം ആ കക്കത്തോടു കൂടെ നമ്മൾ അടുത്ത ബാച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ടേസ്റ്റ് ഫിഷിൻ്റെ കറക്റ്റായിട്ട് കിട്ടില്ല. അതുപോലെ തന്നെ അത് ഒരു നന്നായിട്ടൊരു സ്വാദോടുകൂടെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ സാധാരണ എല്ലാവരും കുറച്ച് ഉള്ളിയും അതുപോലെ മുളകും കൂടെ അരച്ചെടുത്തിട്ടാണ് മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷേ അടുത്ത തവണ നിങ്ങൾ ചെയ്യണ സമയത്ത് ഈ ഒരു മസാലക്കൂട്ട് കൊണ്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഉറപ്പുണ്ട് എനിക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഷ് എടുത്ത് ചെയ്യാം കേട്ടോ.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.